അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കൊല്ലപ്പള്ളിക്കാർ എല്ലാവരും ചർച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാണ്. ചർച്ചയിൽ എന്തായെന്ന് അറിയാൻ കമല ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവേട്ടൻ്റെ അടുത്ത്. എന്തായി ശിവേട്ട, എന്ത് പറഞ്ഞു ബാലേന്ദ്രൻ എന്ന് പറയാണ്. അപ്പം ശിവദാസൻ പറയാണ്, അവളെ വിചാരിച്ച പോലല്ല കാര്യങ്ങൾ. അലീനയുണ്ടല്ലോ, അവൾ ചുമ്മാ ഒന്നുമല്ല അങ്ങോട്ട് വന്നിരുന്നത്. പിന്നെ അവളാണെങ്കിൽ ബാലേന്ദ്രനിൽ ഏതോ ഒരു പെണ്ണിനുണ്ടായ അവിഹിത സന്തതിയാണ് ആണെന്ന് ശിവദാസൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അമലയ്ക്ക് അവളപ്പം ബാലേന്ദ്രൻ്റെ മകളാണെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അത് തന്നെ, അയാൾ പറയുന്നത് അയാളുടെ മകളാണെന്ന്. അയാൾ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു സ്ത്രീയായിട്ട് അടുപ്പത്തിലായിരുന്നെന്നും ആ സ്ത്രീയിൽ അയാൾക്കുണ്ടായ മകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളെന്താ അയാൾ ആ മകളെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് കമല ചോദിക്കണം. അത് ആ സ്ത്രീ മരിച്ചു പോയെന്നും ആ സ്ത്രീയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഓർഫണേജ് ഏൽപ്പിച്ചാണെന്നും അയാൾ പറയുന്നത്. ഇപ്പോൾ ആ ഓർഫണേജ് നടത്തിയിരുന്ന അവർ മരിക്കാറായപ്പോൾ ബാലേന്ദ്രൻ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. അപ്പം എങ്ങനെയെങ്കിലും കൂട്ടി നമ്മുടെ കടപ്പാട്ടൂർ കൊണ്ടുവരണമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാളുണ്ടാക്കിയ ഒരു കഥ പ്രകാരമാണ് ആ വൃദ്ധമ്മ അച്ഛൻ്റെ അടുത്ത് വന്നതും അച്ഛൻ്റെ അവിടെ അമ്മയെ നോക്കാൻ വേണ്ടി അവളെ ഇങ്ങോട്ട് ഹോം നേഴ്സായി കൊണ്ടുവന്നതും എല്ലാം ബാലേന്ദ്രൻ്റെ ഒരു തിരക്കഥയായിരുന്നു എന്ന് ശിവദാസൻ പറയുകയാണ്. കമല പറയാണ്, ഒരു വല്ലാത്ത ചതിയായി പോയല്ലോ, നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നല്ലോ ബാലേന്ദ്രൻ്റെ ബുദ്ധി എന്ന് പറയാണ്. അപ്പോൾ അരുണിമയുടെ മോൻ പറയാണ്, അത് ശരിയാണ്, നമ്മളൊന്നും വിചാരിച്ചില്ല അയാൾ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുമെന്നോ. ശിവദാസൻ പറയാണ്, എന്തോ ആയാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇതിനെന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എൻ്റെ പെങ്ങൾക്കും മക്കൾക്കും കിട്ടേണ്ടതല്ല വഴിയിൽ കൂടെ വന്നവൾ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയാണ്. അങ്ങനെ അവനെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. എൻ്റെ പെങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള മറുപടി കൃത്യമായി ഞങ്ങൾ കൊടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശിവദാസൻ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് കമല കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കമലയാണെങ്കിൽ ഉടനെ മനുവിനെ വിളിച്ച് പറയുകയാണ്, നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കാര്യങ്ങൾ. ആ ബാലേന്ദ്രൻ ഇത്രയും നാൾ നമ്മുടെ മുന്നിൽ നാടകം അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ബാലേന്ദ്രൻ്റെ സ്വന്തം മകൾ തന്നെയാണ് അലീന. അപ്പം മനുവിക്ക് സ്വന്തം മകൾ ബാലേന്ദ്രന് വേറെ ഏതോ ഒരു സ്ത്രീയായിട്ട് അടുപ്പത്തിലുണ്ടായിരുന്നു വൈജിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. ആ സ്ത്രീയിലുണ്ടായ മകളാണ് അലീന. ഇപ്പോൾ അവൾ ഓർഫണേജിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിൽ നിന്നെയും കൂടെ കൂട്ടുപിടിച്ച് അലീനയെ കൂട്ടിക്കൊണ്ട് വന്നയാ എന്ന് പറയുകയാണ്. ഇത് ബാലേന്ദ്രൻ തന്നെ ഒരു കഥയുണ്ടാക്കി ആ വഴി നിങ്ങളായിട്ട് തന്നെ അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ചാണെന്നൊക്കെ കമലയാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് പറയണം. മനു ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അമ്മയുടെ അടുത്ത് ഇതാര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഇപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വന്ന് ബാലേന്ദ്രൻ തന്നെയാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്, അല്ലാതെ ഞങ്ങളൊന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞു മനു അങ്ങ് ഫോൺ വെക്കുന്നുണ്ട്. മനുവിന് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. മനു ആണെങ്കിൽ ഉടനെ കടപ്പാട്ടൂരേക്ക് ഇല്ലയാണ്. കടപ്പാട്ട് ചെന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്ക് വന്ന് വൈജ ഡോറ് തുറക്കുന്നുണ്ട്. നീയോ? നീ എന്തിനാ വന്നതെന്ന് പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ, നീ വരുന്നത് അവളെ കാണാനല്ലേ, പിന്നെ വേറെ ആരെയും കാണാനല്ലല്ലോ വന്നത് എന്ന് പറയണം. ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിവിടെ ആൻറ്റിയുടെ വീട്ടിലല്ലേ വന്നത്. ഞാൻ അവളെ കാണാനാ അലീനയെ കാണാനാ വന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ എല്ലാവരെയും കാണാനാണ് വന്നത്. പിന്നെ അലീന ഇവിടെ ഉണ്ടായതുകൊണ്ട് അലീനയും കാണുന്നു. ഇപ്പം ഞാൻ പക്ഷേ അലീനയെ കാണാനാണ് വന്നത്, അലീനയോട് സംസാരിക്കാനുമാണ് വന്നത് എന്ന് പറയാണ്. ഞാൻ അലീനയെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങോട്ട് പോവുകയാണ് അലീനയെ എടുത്തിട്ട്. അലീനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് ചെല്ലുമ്പം തന്നെ മനു വന്നത് ബാലേന്ദ്രൻ പറഞ്ഞ കഥ കേട്ട് അറിഞ്ഞ് ചോദിക്കാനാണ് വന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന മനുവേട്ടൻ എപ്പം വന്ന്? ഞാനിപ്പം വന്നതേ ഉള്ളൂ. ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കണം. എന്താ മനുവേട്ടൻ അറിഞ്ഞത്? നീ അലീന ബാലേന്ദ്രൻ്റെ അങ്കിളിൻ്റെ മകളാണെന്ന്. ആണോ? ബാലേന്ദ്രൻ അങ്കിളാണോ നിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കണം. എനിക്കറിയത്തില്ല എന്ന് അലീന പറയാണ്. അപ്പം നിൻ്റെ അമ്മയോ? അപ്പം അലീന പറയാണ്, അതും എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അപ്പം ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. നീ ബാലേന്ദ്ര അങ്കിളിൻ്റെ മകളാണെന്നാണ് അങ്കിള് പറയുന്നത്. അപ്പം നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നെന്ന് അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന കാര്യം നടക്കത്തില്ല, നീ പറയും, നിനക്കറിയാലോ, എന്നോട് പറ എന്ന് മനു പറയാണ്. എങ്കിലും എന്നോട് സത്യം പറ എന്ന് അലീനയോട് പറയണം. അപ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കണം. എനിക്ക് മനുവേട്ടനോട് ഒന്നും പറയാനില്ല എന്ന് പറയാണ്. മനുവിന് മനസ്സിലായി അലീനയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അലീന ഒന്നും പറയത്തില്ലെന്ന് മനുവിന് മനസ്സിലായി. അപ്പം മനു ചോദിക്കുകയാണ്,
അതുകൊണ്ടാണോ നിന്നെ പോകാൻ പലവട്ടവും എല്ലാവരും കൂടെ ഇറക്കി വിടാൻ നോക്കിയിട്ടും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അങ്കിൾ സമ്മതിക്കാത്തത് അങ്കിളിൻ്റെ മകളായത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അലീന ഒന്നും മിണ്ടുന്നില്ല. അത് അത് നിനക്കും അറിയാമായിരുന്നു ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോടൊന്നും പറയാഞ്ഞേ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പോഴും അലീന ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങ് ഇറങ്ങി പോവാണ്. അലീന ഇങ്ങനെ നോക്കിയൊക്കെയാണ് മനു പോകുന്നത്. അങ്ങനെ മനു ആണെങ്കിൽ അങ്കിളിനെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഡോറിൽ തട്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം വാ മനു എന്ന് പറയാണ്. പക്ഷേ മനുവിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് ബാലേന്ദ്രനെ കാണുമ്പോൾ. എന്താ അങ്കിളെ, ഞാൻ കുറച്ച് കഥകളൊക്കെ കേട്ടല്ലോ, നീ എന്ത് കഥയാണ് കേട്ടത്? അച്ഛൻ അങ്കിളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്കിൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞെന്നാണല്ലോ അച്ഛൻ വന്ന് പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ലേ ആ കഥ? എന്തോന്ന് നിനക്ക് മനസ്സിലായില്ലേ? അലീന എൻ്റെ മകളാണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയിൽ ജനിച്ച മകളാണെന്നാണ് ഞാൻ എല്ലാവരോടത്തും പറഞ്ഞത് എന്ന് പറയാണ്. അപ്പം അനുഭവിക്കാണ്. നാണമില്ലേ അങ്കിളിന്? കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയുമായിട്ട് കൂത്താടി നടന്നിട്ട് അതിലുണ്ടായ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചിട്ട് വലിയ പുള്ളിയാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രോക്ഷമായിട്ട് തന്നെ മനു സംസാരിക്കുന്നുണ്ട്. അങ്കിൾ ചെയ്തത് വലിയ ചതിയായിപ്പോയി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എനിക്ക് മറ്റൊരു വഴി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. അപ്പം മനു പറയാണ്, അങ്കിളെ എത്ര വലിയ പന്നത്തര കാണിച്ചതെന്ന് അങ്കിളിന് അറിയാവോ? ഞാൻ ആൻറ്റിയാണെങ്കിൽ ആൻറ്റിയുടെ സ്വഭാവത്തിന് എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അങ്കിളിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അങ്കിളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്ര വലിയ തെറ്റാണ് അങ്കിൾ കാണിച്ചത്, ആൻറ്റിയോടും മക്കളോടും എല്ലാം കാണിച്ചത് എന്ന് പറയാണ്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ പിന്നല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു? ഈ കഥകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, നിനക്ക് വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിൻ്റെ ആൻറ്റി ഇതേപോലെ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് എന്തൊക്കെ സങ്കടവും ദേഷ്യവും ഉണ്ടാവണം? ഇത്രയും കാലം ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചെന്ന് തന്നെ തോന്നിപ്പോവും. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനു എന്നെ ഞെട്ടിയിരിക്കുകയാണ്. മനു, എന്താ അങ്കിൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് തന്നെ നിനക്ക് മനസ്സിലായില്ലേ? നീ ഇപ്പം നിൻ്റെ അച്ഛൻ കേട്ട കഥ ഞാൻ അവരെ മുന്നിൽ പറഞ്ഞൊരു കള്ളക്കഥ മാത്രമാണ്. അതിൻ്റെ സത്യസന്ധമായ വേറൊരു കഥയുണ്ട്. നിനക്കറിയാവോ, അലീന ചുമ്മാതൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്, അവൾ അവളുടെ അമ്മയെ തിരക്കി വന്നതാണ്. അമ്മയെ തിരക്കിയോ? നിൻ്റെ ആൻറ്റി, നീ ഇപ്പം പറഞ്ഞല്ലോ വൈജാൻറ്റിയാണ് അവളുടെ അമ്മ. ഇത് അറിഞ്ഞ നിമിഷം ഞാൻ തന്നെ ഇല്ലാതായിപ്പോയി. ഇതറിഞ്ഞാടാ മനു എനിക്കന്ന് അറ്റാക്ക് ഉണ്ടായത്. അങ്കിൾ വെറുതെ പറയുക. ഞാനങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞതല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഞാനിത് ഗംഗേട്ടനോടത്ത് ചോദിച്ച് മനസ്സിലാക്കി കൺഫേം വരുത്തിച്ച കാര്യമാണെന്ന് പറയുകയാണ്. എൻ്റെ വൈജാൻറ്റിക്ക് കല്യാണത്തിന് മുമ്പ് ആഗ്രയിൽ വെച്ച് ഒരാളുമായിട്ട് അടുപ്പത്തിലുണ്ടായിരുന്നു. ആ അടുപ്പത്തിലുണ്ടായ കുട്ടിയാണ് അലീന. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ ഉപേക്ഷിച്ചു. അതങ്ങനെ ഓർഫണേജിലെത്തി. വൈജയ്ക്ക് അറിയത്തില്ല ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. വൈജ വിചാരിക്കുന്ന ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. ഒക്കെ കേട്ട് മനു ഇങ്ങനെ ഞെട്ടി നിൽക്കുക.